ഞാനേ മുൻപ് വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് എനിക്കിതിന് മാത്രം പേടി എന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാരോട് എന്തെങ്കിലും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെയല്ല പേടി, അവരുടെ ഫോളോവേഴ്സിനെ ആയിരുന്നു പേടിക്കേണ്ടത്. അതേപോലെ ഞാൻ പലരുടെയും ഫോളോവേഴ്സിനെ പേടി. കാരണം എനിക്കൊരു 10K ആണ് ഫോളോവേഴ്സ് ഉള്ളതെങ്കിൽ അവർക്കൊരു 100K ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അത് ഓർത്തിട്ട് ഞാൻ എപ്പോഴും ടെൻഷനായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ കളിക്കുന്ന നമ്മളെക്കാട്ടിലും വലിയ ആൾക്കാരുടെ അടുത്താവുമ്പോൾ നമ്മളൊന്ന് പതറൂലേ. അപ്പം ഞാൻ വളരെയധികം സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ അത്രയൊന്നും ഫോളോവേഴ്സ് എനിക്കില്ലാലോ, ഞാനൊരു വീഡിയോ ഇട്ടാൽ അത് കയറി പോകില്ലാലോ, അവർ പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും ഇല്ലാലോ എന്നൊക്കെ സങ്കടപ്പെട്ട് നിന്നൊരു കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയാ ഈ പാലക്കൽ അമ്മായിക്കൊക്കെ മറ്റേ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ ഞാനെപ്പോഴും അവർ ആ സ്ത്രീയൊക്കെ വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും, ഓ നമ്മൾ പറയുന്നത് കേൾക്കാൻ മാത്രം ആളില്ലല്ലോ. പക്ഷെ എനിക്ക് ഫേസ്ബുക്കിൻ്റെ അകത്ത് ഏകദേശം ഒരു 119K ആണ് കേട്ടോ ഫോളോവേഴ്സ് ഉള്ളത്. പക്ഷെ എൻ്റെ ചില വീഡിയോസിൻ്റെ വ്യൂവേഴ്സ് പോകുന്നത് കാണുമ്പോൾ ഞാൻ അതിലൂടെ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഫോളോവേഴ്സിലൊന്നും ഒന്നും കിടക്കുന്നില്ല. കാരണം നമ്മളുടെ ഒരു വീഡിയോ കേൾക്കണം എന്ന് മറ്റുള്ളവർ കണക്കാക്കുക വെച്ചാൽ അത് കേൾക്കുക തന്നെ ചെയ്യും. അത് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷം ആവുന്നേ ഉള്ളൂ. 2 വർഷമായില്ല, 1 വർഷം കഴിഞ്ഞ് 1.5 വർഷത്തിൻ്റെ അടുത്തായിട്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലിൽ എനിക്ക് ആദ്യമായിട്ട് 25,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടു, 25,000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളെ തൃശ്ശൂരുള്ള ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ തൃശ്ശൂർ ചേച്ചി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട്, എന്തിനാണ് ഈ 25,000 ആൾക്കാരൊക്കെ ഇവളെ ഫോളോ ചെയ്ത്, എന്ത് കണ്ടിട്ടാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ചേച്ചിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നെ. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ചിന്തിക്കുക, ഇന്നലത്തേക്ക് എനിക്ക് 70,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ചേച്ചിയൊന്നും അനങ്ങുന്നില്ലല്ലോ. ഇപ്പം എന്തേ ചേച്ചിക്കൊന്നും നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടിട്ടൊന്നും പറയാനില്ലേ? അതേപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇതിനെക്കാട്ടിലും എനിക്ക് അനുഭവമുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം ഇൻസ്റ്റാഗ്രാം എടുക്കാൻ തന്നെ ഞാനൊരു വ്യക്തി കാരണമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഗുരുവായൂർ പോയിട്ട് ഈ ശ്രീധരൻ സാറിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു, തന്ത്രിമനെ പോയിട്ട്. അപ്പോൾ അവിടെ വന്ന ഒരു വ്യക്തി എന്നോട് പിറ്റേന്നോ ആയിട്ട് എന്നോട് ഫോട്ടോ ഒക്കെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ അങ്ങനെ ഫോട്ടോ വരച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തൃശ്ശൂരേക്ക് ഞാൻ കൊണ്ടു കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം അദ്ദേഹം ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാ ID ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജസ്റ്റ് ഞാൻ എത്രയും പെട്ടെന്ന് ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങണം, എത്രയോ ആൾക്കാർ നിൻ്റെ ID ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുവാ സംഭവം എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ, സത്യം പറയാച്ച ഇൻസ്റ്റാഗ്രാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ മതി, ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ സഹോദരിയുടെ മകനാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം റെഡിയാക്കി തരുന്നത്. അപ്പം ഏതോ ഒരു സമയത്ത് ആരോന്ന് എടുത്ത് വെച്ചൊരു അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഫോണിൻ്റെ അകത്തുണ്ടായിരുന്നു. നോക്കുമ്പം 1000 ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓക്കെ അത് തന്നെ യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ അത് യൂസ് ചെയ്തു ഞാൻ ആദ്യം തന്നെ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തു കേട്ടോ, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട്, എന്നെ ഒന്ന് ഫോളോ ചെയ്യണേന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കാരണമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എന്നെ അദ്ദേഹം ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് അദ്ദേഹത്തിന് 100K ആണ് സബ്സ്ക്രൈബേഴ്സ്, എന്ന് വെച്ചാൽ 1,00,000 ആൾക്കാർ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളെ ചിലപ്പോൾ ഫോളോ ചെയ്യാൻ മടി ഉണ്ടാവും, മേ ബി, എനിക്കറിയില്ല. പക്ഷേ കാലങ്ങൾക്കിപ്പുറം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെ ഞാൻ അൺഫോളോ ചെയ്തു കേട്ടോ. ഈ അടുത്ത കാലത്താണ് അൺഫോളോ ചെയ്തത്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നെ ഫോളോ ചെയ്ത ആൾക്കാരെ മാത്രമേ തിരിച്ച് ഫോളോ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായപ്പം വെറുതെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ പേജിലേക്കൊന്ന് ഞാൻ തുറന്നു നോക്കിയ സമയത്ത് 130K സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാനൊന്ന് ചിന്തിച്ചു, എനിക്ക് 158K സബ്സ്ക്രൈബേഴ്സാട്ടോ ഉള്ളത്. അന്ന് എന്ന് വെച്ചാൽ ഞാൻ 1000 ആൾക്കാരുള്ള സമയത്ത് അവർക്ക് 100K ഉള്ളതും എനിക്ക് ഇന്ന് 158 ഉള്ളപ്പോൾ അദ്ദേഹത്തിന് 130 അപ്പോൾ നമ്മൾ ആരെയും നിസ്സാരക്കാരാക്കണ്ട, നമ്മൾ ആരെയും ചെറുതാക്കി കാണണ്ട എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അപ്പം അങ്ങനെയാണ്. അപ്പം എനിക്കിപ്പം യൂട്യൂബിൻ്റെ അകത്ത് സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അന്ന് ചൊറിയാൻ വന്നവരും അന്ന് മാന്താൻ വന്നവരും അന്ന് അസൂയപ്പെട്ടവരൊന്നും ഇന്ന് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും ഹേറ്റേഴ്സാണ് കൂടുതൽ. അപ്പം ഞാൻ പല ലൈവിൻ്റെ അകത്തും പറയുന്നൊരു സംഭവമാണ്, ഞാനൊരു ലൈവ് തുടങ്ങുമ്പോൾ തൊട്ടിട്ട് നിന്നെ കാണുമ്പം അറപ്പ് തോന്നുന്നു, നീ ഒന്ന് നിർത്തിപ്പോ, നിന്നെ കണ്ടിട്ട് ഛർദ്ദിക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവ് 1 മിനിറ്റ് ആകുന്ന തൊട്ടിട്ട് ഈ ഒരു മെസ്സേജ് ഞാൻ കാണും. അത് ആ ലൈവ് 1 മണിക്കൂർ ഉണ്ടെങ്കിലും ഈ 1 മണിക്കൂർ വരെ ഇവരിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാനൊന്ന് ചിന്തിക്കുക, ഇവർക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ ലൈവ് തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്നത് വരെ ഇവരത് കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടക്കേടാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്ന ആൾക്കാരും മാത്രമാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. ഏതോ എന്നെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടക്കേടും നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ നിങ്ങൾ കാണുന്ന വീഡിയോസ് അതെനിക്ക് തരുന്നൊരു പ്രചോദനം എന്താണെന്നുള്ളത് അത് നിങ്ങൾക്ക് പോലും ചിന്തിക്കുന്നേക്കാട്ടിലും അപ്പുറമാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം 25,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ കുരുപൊട്ടിയ ആൾക്കാരോട് 70,000 സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ വീഡിയോ ചെയ്യാൻ വരാത്തത് ഏതായാലും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരോടും, ഇഷ്ടമില്ല എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിൽ പോലും വീണ്ടും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് പറയാണ്. ഓക്കെ, ബൈ ഫ്രം ജിസ്ന സലീം.